കർണാടക ഉടുപ്പിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് നേതാവ് വിക്രം ഗൌഡ കൊല്ലപ്പെട്ടു. ഹെബ്രി വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. കേരളത്തിന്റെ പശ്ചിമഘട്ട മേഖലയിലാണ് വിക്രം ഗൌഡ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നത്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ, ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എങ്ങനെയാണ്? എന്താണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതലായി വിവരങ്ങൾ ലഭ്യമാകുന്നത്? 3 മാവോയിസ്റ്റുകൾ ഈ ഏറ്റുമുട്ടലിനിടെ രക്ഷപ്പെട്ടു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സ്ഥിരീകരിക്കാവുന്ന തരത്തിൽ പുറത്തേക്ക് എത്തുന്ന വിവരങ്ങൾ എങ്ങനെ, അരുൺ പൂപ്പറമ്പ? റീജിത്തെ, ഈ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് ഉടുപ്പി ചിക്കമംഗളൂരു അതിർത്തി പ്രദേശമായിട്ടുള്ള, അതായത് ഹെബ്രി വനമേഖലയാണ്, അവിടെ വെച്ച് ഈ ഏറ്റുമുട്ടൽ നടന്നിട്ടുള്ളത്. 5 അംഗ മാവോയിസ്റ്റ് സംഘമാണ് ഉണ്ടായിരുന്നതെന്നാണ് കർണാടക പോലീസ് ഔദ്യോഗികമായി നൽകുന്ന വിവരം. ഇവർ അരിയും സാധനങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയാണ് ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയത്. നേരത്തെ തന്നെ, അതായത് ഈ മാവോയിസ്റ്റ് സാന്നിധ്യം ആ മേഖലയിൽ ഉണ്ട് എന്ന വിവരം പോലീസിനും അതോടൊപ്പം തന്നെ ആന്റി നക്സൽ ഫോഴ്സിനും ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് പോലീസിന്റെയും ANFന്റെയും നിരീക്ഷണത്തിലായിരുന്നു ആ മേഖല. അങ്ങനെ ഈ മാവോയിസ്റ്റ് സംഘം അവിടെ എത്തിയ ഘട്ടത്തിൽ ഈ പോലീസുമായി ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. അതിനിടെയാണ് ഈ വിക്രം ഗൌഡ, ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട മാവോയിസ്റ്റ് കമാൻഡറായിട്ടുള്ള വിക്രം ഗൌഡ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് എന്ന വിവരമാണ് ഇപ്പോൾ ഔദ്യോഗികമായി ലഭിക്കുന്നത്. ഇതിൽ മറ്റൊരു മാവോയിസ്റ്റ് നേതാവ് കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങൾ അനൗദ്യോഗികമായി പുറത്തു വരുന്നുണ്ട്. പക്ഷേ കർണാടക പോലീസും ANFും അത് നിലവിൽ എന്തായാലും സ്ഥിരീകരിച്ചിട്ടില്ല. 5 അംഗ സംഘമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 3 പേർ നിലവിൽ ഈ വനമേഖലയിലേക്ക് ഓടി രക്ഷപ്പെട്ടു എന്ന വിവരമുണ്ട്. ലത, ജയണ്ണ, വനജാക്ഷി, ഈ 3 മാവോയിസ്റ്റ് നേതാക്കൾ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇവർ രക്ഷപ്പെട്ടു എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇവർക്കായിട്ടുള്ള തെരച്ചിൽ പോലീസും ANFും അവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ ലത, നമുക്കറിയുന്നത് പോലെ തന്നെ ഈ വയനാട് തലപ്പുഴ ചപ്പാരം കോളനിയിൽ കഴിഞ്ഞ വർഷം അവർ ഈ മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ കോളനിയിൽ എത്തിയ സംഘത്തിൽ ഈ ലത ഉണ്ടായിരുന്നു എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ എന്തായാലും പുറത്തു വരുന്നുണ്ട്. വയനാട്, അതോടൊപ്പം തന്നെ അട്ടപ്പാടി, നിലമ്പൂർ മേഖലയിലൊക്കെ ഈ വിക്രം ഗൌഡയുടെയും ഈ സംഘത്തിന്റെയും സാന്നിധ്യം മുമ്പ് തന്നെ സ്ഥിരീകരിച്ചതാണ്. നിലമ്പൂർ ഏറ്റുമുട്ടലിലും വിക്രം ഗൌഡ ഉണ്ടായിരുന്നു, അന്ന് രക്ഷപ്പെട്ടു എന്ന തരത്തിലൊക്കെ ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാവോയിസ്റ്റ് നേതാവാണ് ഇന്നലെ ഉടുപ്പിയിൽ നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ശരി, അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകുകയായിരുന്നു ബംഗളൂരുവിൽ.